ഇടുക്കി മാങ്കുളത്തിന് സമീപം മിനി ബസ് അപകടത്തിൽപ്പെട്ടു. വിരിപ്പാറ ഇല്ലിച്ചോട് ഭാഗത്ത് നിയന്ത്രണം വിട്ട വാഹനം തലകീഴായി മറിയുകയായിരുന്നു. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ആ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. സുബിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി. സുബിൻ, എങ്ങനെയാണ് ഇപ്രകാരം ഒരു അപകടമുണ്ടായത്? പരിക്കേറ്റവരുടെ നില എങ്ങനെ നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും ആശുപത്രി അധികൃതർ എന്തെങ്കിലും വിവരിച്ചിട്ടുണ്ടോ? അപകട കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഡ്രൈവർ പറയുന്നത് പ്രകാരം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ്. അതായത് റോഡിൽ ഓയിൽ ഉണ്ടായിരുന്നു, ഓയിലിൽ തെന്നി വാഹനം റോഡിൽ തെന്നി നീങ്ങുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എന്തായാലും ഡ്രൈവർ പറയുന്നത്. ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ ഇടുക്കി മാങ്കുളത്തിന് സമീപം വിരിപ്പാറ ഇല്ലിച്ചോട് ഭാഗത്ത് വെച്ച് തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടത്. 28 മുതിർന്നവരും 8 കുട്ടികളുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ അപകടത്തെ തുടർന്ന് ഈ ഉടൻ തന്നെ ഈ രക്ഷാപ്രവർത്തനം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇത്തിരി ഉള്ളിലേക്കുള്ള സ്ഥലമായിരുന്നതുകൊണ്ട് തന്നെ ഈ അപകട വിവരം പുറത്തറിയാൻ വൈകി എന്നുള്ളതാണ്. അതായത് മൊബൈലിന് റേഞ്ച് കുറവുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിളിച്ചറിയിക്കാൻ അത് ഒരു താമസം നേരിട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന എല്ലാ ആളുകളെയും പുറത്തെത്തിക്കാൻ കഴിയുകയും ചെയ്തിരുന്നു. എന്നാൽ 2 പേർ ഈ വാഹനത്തിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ വാഹനം റോഡിൽ നിന്ന് തെന്നി മാറി തലകീഴായാണ് മറിഞ്ഞത്. ഈ വാഹനത്തിലുണ്ടായിരുന്ന 2 പേർക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നു. തുടർന്ന് ഏകദേശം അരമണിക്കൂറോളം എടുത്താണ് ഇവരെ പുറത്തെത്തിച്ചത്. ഇവരെയും നിലവിൽ അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. അതോടൊപ്പം സാരമായ പരിക്കുകളേറ്റവരുണ്ട്. കൈയും കാലുമൊക്കെ ഒടിഞ്ഞ ആളുകളുണ്ട്. അല്ലാതെ മറ്റ് തരത്തിൽ അത്യാഹിത അപകടമുണ്ടാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മരണമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പരിക്കുകളൊന്നും തന്നെ ആർക്കും ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. എന്തായാലും നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ മൂന്നാർ എത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മൂന്നാർ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ മാങ്കുളം, ആനക്കുളം ഉൾപ്പെടെയുള്ള മേഖലകൾ സന്ദർശിച്ച ശേഷമാണ് മടങ്ങാൻ. അത്തരത്തിൽ സന്ദർശിക്കാൻ എത്തിയ തിരുപ്പൂർ സ്വദേശി സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശ്വാസമായ വാർത്തയും അത് തന്നെയാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇവരൊക്കെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുമാണ്.